നമസ്കാരം എല്ലാവർക്കും ട്രിപ്പിൾ എഡിസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ് ആണ്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു വാട്ട് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ, ഫോർ വാട്ട് പർപ്പസ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ് ആർ യൂസ്ഡ് to reduce the measuring the quantity voltage or current to a quantity that is suitable for the ordinary instrument. ഓക്കെ, സോ ആ ഒരു ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ഹൈ കറണ്ട് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രത്യേക അമ്മീറ്റർ വോൾട്ട്മീറ്റർ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. So that we can use an instrument transformer, we can reduce the voltage using potential transformer, we can reduce the current using current transformer, and then we can measure the high voltage and high current value using the ordinary current ammeter, ordinary voltmeter. Okay, and then CT and PT, current transformer is also called as series transformer. Potential transformers are also called as parallel transformer. A current transformer that is actually used with ammeter, voltmeter and energy meter. Ammeter, wattmeter and energy meter. And the potential transformers are used with voltmeter. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. യൂസിങ് ദ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ വി ക്യാൻ കവർ ലാർജ് കറണ്ട് ഓർ ദ വോൾട്ടേജ് റേഞ്ച്. ലാർജ് കറണ്ട് റേഞ്ച് ഓർ വോൾട്ടേജ് റേഞ്ച് കവർ ചെയ്യാൻ സാധിക്കും വിത്ത് ദ സെയിം ഇൻസ്ട്രുമെൻറ്റ്സ്. ദെൻ ഐസൊലേഷൻ ടു മെഷറിംഗ് സർക്യൂട്ട്സ് ഫ്രം ഹൈ വോൾട്ടേജ് ഓർ ഹൈ കറണ്ട് സർക്യൂട്ടും ആ മെഷറിംഗ് സർക്യൂട്ടും തമ്മിലുള്ള ആ ഒരു ഐസൊലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. And then there is a protection circuit from high voltage power circuit, same തന്നെ isolation ആകുമ്പോൾ protection and low power consumption in the metering circuit. Metering circuit low power consumption, ആ ഒരു വോൾട്ടേജും കറണ്ടും റിഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ മീറ്ററിംഗ് സർക്യൂട്ടിൽ പവർ കൺസംഷൻ കുറവായിരിക്കും. And then several instruments can be operated by a single transformer. Single instrument transformer, several instruments can be operated and same multiplication regardless of the load, depending upon the value of the load. എന്ത് ലോഡാണ് നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യുന്നത് അതിനെ വെച്ചിട്ട് ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ആ ഒരു ഫാക്ടർ ചേഞ്ച് ചെയ്യുന്നില്ല. സോ ദ സെയിം മൾട്ടിപ്ലിക്കേഷൻ റിഗാർഡ്ലെസ് ഓഫ് ദ ലോഡ്. സോ വൺ ഡ്രോബാക്ക് പറയാവുന്നത് ദിസ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ദ ഡി സി മെഷർമെൻറ്റ്. ദിസ് എ ട്രാൻസ്ഫോമർ നമുക്കറിയാം. സോ ദിസ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ദ ഡി സി മെഷർമെൻറ്റ്. സോ നമുക്ക് കറണ്ട് ട്രാൻസ്ഫോമർ ഒന്ന് പഠിക്കാം. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ ദറ്റ് ഈസ് ഡിസൈൻഡ് ടു പ്രൊഡ്യൂസ് ആൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഇൻ ഇറ്റ്സ് സെക്കൻഡറി വൈൻഡിങ് ആൻഡ് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ബീയിങ് മെഷേർഡ് ഇൻ ഇറ്റ്സ് പ്രൈമറി. So the current being measured in primary will be a higher value current and proportional to that only the current will be generated in the secondary winding. Okay, so that will be stepped down. The higher current in the primary will be stepped down to a lower value of current and that will be available in the secondary winding. And the current transformers reduce high voltage currents to a much lower value, high value currents to a much lower value and provide a convenient way of safely monitoring the actual electrical current flowing in an AC transmission line using a standard ammeter. ഒരു എ സി ട്രാൻസ്മിഷൻ ലൈനിൽ നമുക്ക് ആക്ച്വലി എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, മോണിറ്റർ ചെയ്യാൻ സാധിക്കും സേഫ്ലി ബൈ ദ യൂസ് ഓഫ് കറണ്ട് ട്രാൻസ്ഫോമർ. So the principle of operation of a basic current transformer is slightly different from that of an ordinary voltage transformer. ഒരു ടിപ്പിക്കൽ കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ ഫിഗർ ഇതാണ്. സോ ദ കറണ്ട് ട്രാൻസ്ഫോമർ ഇതിൽ കാണാൻ ഒരു ഹോൾ പോലെ കാണും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഹോളിലൂടെയാണ് നമ്മൾ ആ പ്രൈമറി കോയിൽ അല്ലെങ്കിൽ പ്രൈമറി വൈൻഡിങ്ങിൻ്റെ ആ വയർ അത് കടത്തി വിടുന്നത്. എ കറണ്ട് ട്രാൻസ്ഫോമർ കൺസിസ്റ്റ് ഓഫ് ഓൺലി വൺ or very few turns, only one അല്ലെങ്കിൽ very few turns as its primary winding. പ്രൈമറി വൈൻഡിങ്ങിൽ ഒരു വൈൻഡിങ് അല്ലെങ്കിൽ വളരെ കുറച്ച് വൈൻഡിങ് ഉണ്ടാവുള്ളൂ. ആൻഡ് ദിസ് പ്രൈമറി വൈൻഡിങ് ക്യാൻ ബി either a single flat turn, a coil or heavy duty wire wrapped around the core, or just a conductor or bus bar placed through a central hole. ഒന്നുകിൽ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ബസ് ബാർ ദാറ്റ് ഈസ് പ്ലേസ്ഡ് ത്രൂ ദ സെൻട്രൽ ഹോൾ, അല്ലെങ്കിൽ ഒരു കോയിൽ അല്ലെങ്കിൽ ഒരു ഹെവി ഡ്യൂട്ടി വയർ അത് ജസ്റ്റ് ഒന്ന് ഒരു വൈൻഡിങ് ഒക്കെ ചുറ്റിയിട്ടുള്ളതോ ആവാം, അല്ലെങ്കിൽ ആ കോറിലൂടെ ജസ്റ്റ് പാസ് ചെയ്യുന്ന ഒരു കണ്ടക്ടർ ഓർ ബസ് ബാർ ആകാം. Okay, so that is the
primary winding of the current transformer. Due to this type of arrangement, the current transformer is often referred to as series transformer, as the primary winding is connected in series with the which is circuit that is to be measured, the current to be measured in that particular circuit. അപ്പോൾ അതാണ് അതിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് പറയുന്നത്, കറണ്ട് ട്രാൻസ്ഫോമർ. എപ്പോഴും കറണ്ട് കോയിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, സീരീസ് ആയിട്ടും. പ്രഷർ കോയിൽ, അപ്പോൾ നമ്മൾ വാട്ട് മീറ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രഷർ കോയിൽ അല്ലെങ്കിൽ വോൾട്ട് മീറ്ററിനകത്താണെങ്കിലും കോയിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നത്, എക്രൂസ് ആയിട്ടാണ്. അതിനനുസരിച്ചാണ് വാട്ട് മീറ്ററിൽ പ്രഷർ കോയിൽ കണക്ട് ചെയ്യുന്നത്, വാട്ട് മീറ്ററിൽ കറണ്ട് കോയിൽ കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടാണ്. ജസ്റ്റ് വാട്ട് മീറ്റർ അതിൽ പറഞ്ഞതേ ഉള്ളൂ, കൺഫ്യൂസ്ഡ് ആവണ്ട. പറഞ്ഞത് സീരീസ് ട്രാൻസ്ഫോമർ എന്ന് കൂടി പറയുന്നു, കറണ്ട് ട്രാൻസ്ഫോമറിന്. The primary winding, which never has more than a very few turns, is in series with the current carrying conductor that is applying a load. The secondary winding, however, may have a large number of coil turns. Because ഈ നമ്പർ ഓഫ് ടേൺസിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഹൗ മച്ച് ഇറ്റ് വിൽ ബി റിഡ്യൂസ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്, അല്ലേ? സോ ദാറ്റ് മേ ഹാവ് എ ലാർജ് നമ്പർ ഓഫ് കോയിൽ ടേൺ wound on a laminated core of low loss magnetic material, and this core has a large cross sectional area, so that the magnetic flux density created is low using much smaller cross sectional area wire, depending upon how much the current must be stepped down as it tries to output a constant current independent of the connected load. കണക്റ്റഡ് ലോഡിനനുസരിച്ച് കറണ്ട് മാറുന്നില്ല. സോ ഈ ഒരു കോറിന് ലാർജ് ക്രോസ് സെക്ഷൻ ഏരിയ ആയിരിക്കും. കാരണം നമുക്ക് ഈ യൂസിങ്, അപ്പോൾ ഈ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ക്രിയേറ്റഡ് എങ്ങനെയാണ്, ലോ ആണ്. കാരണം മച്ച് സ്മോളർ ക്രോസ് സെക്ഷൻ ഏരിയ വയറാണ് യൂസ് ചെയ്യുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ഹൗ മച്ച് ദ കറണ്ട് മസ്റ്റ് ബി സ്റ്റെപ്പ് ഡൗൺ, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ, നമ്പർ ഓഫ് ടേൺസ് ഒക്കെ തീരുമാനിക്കുന്നത്. ആൻഡ് ഇറ്റ് ട്രൈസ് ടു ഔട്ട്പുട്ട് എ കോൺസ്റ്റൻറ്റ് വാല്യൂ ഓഫ് കറണ്ട് ഓൾസോ. And then current transformers can reduce or step down the current level from thousands of ampere down to a standard value 5 ampere or 1 ampere for the normal operation. So a small and accurate instrument or control devices can be used with the CT, current transformer, because they are insulated away from any high voltage power line. So small and accurate instruments എല്ലാം ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം these are isolated, so protected from the high voltage transmission line or power line. And there are a variety of metering applications എവിടേക്കാണ് വരുന്നത്, വാട്ട് മീറ്റേഴ്സിൽ, പവർ ഫാക്ടർ മീറ്റേഴ്സിൽ, വാട്ട് അവർ മീറ്റേഴ്സിൽ, പ്രൊട്ടക്റ്റീവ് റിലേ, ട്രിപ്പ് കോയിൽ ഇൻ മാഗ്നറ്റിക് സർക്യൂട്ട് ബ്രേക്കർ അല്ലെങ്കിൽ MCB, ഇതിലൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രം നോക്കുവാണെങ്കിൽ, പ്രൈമറി വൈൻഡിങ് എന്ന് പറഞ്ഞത് ഈ ഒരു ഹോളിലൂടെ പാസ് ചെയ്യുന്ന പ്രൈമറി കണ്ടക്ടറാണ്. ആ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ് സ്ട്രെയിറ്റ് ആയിട്ട് ആരോ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ദെൻ കോർ കാണിച്ചിരിക്കുന്നു, ഹോളോ കോർ. അതിൽ സെക്കൻഡറി വൈൻഡിങ് വൈൻഡ് ചെയ്തിരിക്കുന്നു. സെക്കൻഡറി ഈസ് ഹാവിങ് മോർ നമ്പർ ഓഫ് ടേൺസ് കമ്പയർഡ് ടു പ്രൈമറി. ഇനി അമ്മീറ്റർ കണക്ട് ചെയ്തേക്കുന്നത് സെക്കൻഡറി വൈൻഡിങ്ങിലാണ്. ഓക്കെ, ആൻഡ് ദെൻ മെയിൻ പ്രൈമറി കണ്ടക്ടർ, സർക്യൂട്ട് സിമ്പിളും കൂടി നോക്കാം. മെയിൻ പ്രൈമറി കണ്ടക്ടർ, സെക്കൻഡറി വൈൻഡിങ് കാണിച്ചിരിക്കുന്നു. പ്രൈമറിയിലൂടെയുള്ള കറണ്ട് IP, സെക്കൻഡറിയിലൂടെ കറണ്ട് IS. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇനി ടേൺസ് റേഷ്യോ. എന്താണ് ടേൺസ് റേഷ്യോ? ടേൺസ് റേഷ്യോ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കുക, ഇവിടെ നോക്കേണ്ടത് നമുക്ക് സെക്കൻഡറി കറണ്ട്, പ്രൈമറി കറണ്ട് ആ ഒരു റിലേഷനാണ് വേണ്ടത്. ഹിയർ സെക്കൻഡറി കറണ്ട് ഡിവൈഡഡ് ബൈ പ്രൈമറി കറണ്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ, I2/I1 അല്ലെങ്കിൽ IS/IP ആണ് കൊടുക്കുന്നതെങ്കിൽ, നമ്പർ ഓഫ് ടേൺസ് നേരെ ഓപ്പോസിറ്റ് വേണം കൊടുക്കാൻ. നമുക്കറിയാം, സാധാരണയുള്ള നമ്മുടെ ട്രാൻസ്ഫോമറിനകത്ത് നമ്മൾ പറയുന്നത് വോൾട്ടേജിൻ്റെയും നമ്പർ ഓഫ് ടേൺസിൻ്റെയും ടേമിലായിരിക്കും. അപ്പോൾ എന്താണ് വരുന്നത്, N2/N1 അല്ലെങ്കിൽ NS/N1 is equal to എന്താണ്, V. നമ്പർ ഓഫ് ടേൺസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ V എങ്ങനെ വരും, അതേപോലെ തന്നെ വരും, VS/VP അല്ലെങ്കിൽ V2/V1. V2/V1 equal to N2/N1. ഓക്കെ, V2/V1 equal to N2/N1 അല്ലെങ്കിൽ VS/VP equal to NS/NP. ഇങ്ങനെയാണ് വരിക. പക്ഷേ കറണ്ടിൻ്റെ ടേംസിലാവുമ്പോൾ നേരെ തിരിച്ചു പറയുക, ടേൺസ് റേഷ്യോ is equal to N is equal to NP/NS equal to IS/IP. So secondary current IS is equal to എന്ത് വരും, IP into NP/NS. IP into NP/NS എന്ന് വരും. അപ്പം ഇത് ജസ്റ്റ് ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നതാണ്.
ഒരു 1 ലൂപ്പ് മാത്രമുള്ള, ആദ്യം പറഞ്ഞല്ലോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ കറണ്ട് എത്രയായിട്ടാണ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു നമ്പർ ഓഫ് ടേൺസ് അതുപോലെ തിക്നെസ് ഓഫ് ദ വയർ അതൊക്കെ സൂക്ഷിക്കും. സോ 1 ലൂപ്പ് ഉള്ളതുണ്ട്, 2 ലൂപ്സ് ഉള്ളതുണ്ട്, 3 ലൂപ്സ് ഉള്ളതുണ്ട്. സോ 300 ബാർ 5 ആംപിയർ, 150 ബാർ 5 ആംപിയർ, 100 ബാർ 5 ആംപിയർ. സോ ദർ ഇസ് എ സെക്കൻഡറി കോയിൽ ആൻഡ് പ്രൈമറി കണ്ടക്ടർ നമുക്കറിയാം, അതാണ് നടുക്കിടെ കൊടുത്തു വിട്ടിരിക്കുന്നത്. ആൻഡ് ഇവിടെ നോക്കാം, 1 ലൂപ്പ് ഉള്ളതും 2 ലൂപ്പ് ഉള്ളതും 3 ലൂപ്പ് ഉള്ളതും പറഞ്ഞു. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഒരു ബാർ ടൈപ്പ് കറണ്ട് ട്രാൻസ്ഫോമർ ഉണ്ട് ആൻഡ് ദാറ്റ് ഹാസ് 1 ടേൺ ഇൻ ദ പ്രൈമറി ആൻഡ് 160 ടേൺ ഓൺ ഇൻ സെക്കൻഡറി. It is to be used with a standard range of ammeter that have an internal resistance of 0.2 ohm. അപ്പോൾ 1 ടേൺ ഉണ്ട് പ്രൈമറി, സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് 160 ടേൺ ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് 0.2 ohm ആണ്. The ammeter is required to give a full scale deflection when primary current is 800 ohm. പ്രൈമറി കറണ്ട് 800 ആംസ് വരുമ്പോൾ ഡിഫ്ലക്ഷൻ കാണിക്കണം, അത് മെഷർ ചെയ്യാൻ സാധിക്കണം. കാൽക്കുലേറ്റ് ദ മാക്സിമം സെക്കൻഡറി കറണ്ട് ആൻഡ് സെക്കൻഡറി വോൾട്ടേജ് അക്രോസ് ദ അമ്മീറ്റർ. എത്ര വരും സെക്കൻഡറി കറണ്ട് ഇഫ് ദ പ്രൈമറി ഈസ് 800? അപ്പോൾ സെക്കൻഡറി കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ പി ഇൻറ്റു എൻ പി ബൈ എൻ എസ് ആണ്. സോ നമുക്ക് വാല്യൂ കിട്ടുന്നു 800 ഇൻറ്റു 1/160 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ വാല്യൂ കണ്ടുപിടിക്കാം. ദെൻ വോൾട്ടേജ് അക്രോസ് ദ അമ്മീറ്റർ എന്ന് പറയുന്നത് IS ഇൻറ്റു RA. ഇതിനകത്ത് വാല്യൂ നമുക്ക് 5 എന്നാണ് കിട്ടുന്നത്, ഇതിൻ്റെ ISൻ്റെ വാല്യൂ. സോ 5 ഇൻറ്റു 0.2 ഈക്വൽ ടു 1 വോൾട്ട്. അപ്പോൾ കറണ്ട് സെക്കൻഡറി കറണ്ട് ഇവിടെ 5 ആംപിയർ കിട്ടിയാൽ VS ഇസ് ഈക്വൽ ടു IS ഇൻറ്റു RA. വോൾട്ടേജ് അക്രോസ് ദ അമ്മീറ്റർ, സെക്കൻഡറി അമ്മീറ്റർ എന്ന് പറയുമ്പോൾ അതിലൂടെ പോകുന്ന കറണ്ട് സെക്കൻഡറി കറണ്ടാണ് ആൻഡ് ദെൻ റെസിസ്റ്റൻസ് ഓഫ് ദ അമ്മീറ്റർ, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ആൻഡ് ഒരു കാര്യം കൂടി നോക്കുക, കാരണം നമുക്ക് ക്വസ്റ്റ്യനായിട്ട് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രത്യേകിച്ച് നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതും വളരെ അങ്ങനെ നമ്മളധികം പഠിച്ചിട്ടും ഇല്ലാത്ത ഒരു പേരുകളാണ്. ജസ്റ്റ് നോക്കുക, അറിഞ്ഞിരുന്നാൽ മതി. There are 3 basic types of current transformer: wound transformer, toroidal transformer and bar transformer. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ബാർ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ആ കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ 3 ടൈപ്സ് ഉണ്ട്. വൗണ്ട് കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ പ്രൈമറി വൈൻഡിങ് ഈസ് ഫിസിക്കലി കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ കണ്ടക്ടർ ആൻഡ് ദാറ്റ് ക്യാരീസ് ദ മെഷേർഡ് കറണ്ട് ഫ്ലോയിങ് ഇൻ ദ സർക്യൂട്ട്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സെക്കൻഡറി കറണ്ട് ഡിപ്പെൻഡ് ഓൺ ദ ടേൺസ് റേഷ്യോ. ദ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വൈൻഡിങ് കണക്റ്റഡ് സീരീസ് വിത്ത് ഏതാണ് ആ ഒരു സർക്യൂട്ട് ഇൻ വിച്ച് ദ കറണ്ട് ഈസ് ടു ബി മെഷേർഡ്. ഇനി ടൊറോയിഡൽ കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ദിസ് ഡു നോട്ട് കണ്ടെയ്ൻ എ പ്രൈമറി വൈൻഡിങ്. ഇൻസ്റ്റെഡ് the line that carries the current flowing in the network that is threaded through a window or hole in the toroidal transformer. അതാണ് നമ്മൾ കുറച്ച് മുമ്പ് ഒരു പിക്ചർ കണ്ടത്, toroidal transformer. So some current transformers have a split core which allows it to be opened. നമുക്കറിയാം ഓൾറെഡി റൺ ചെയ്യുന്ന ഒരു ലൈൻ ആണെങ്കിൽ എങ്ങനെ അങ്ങനെ ത്രൂ ചെയ്യാൻ പറ്റും, ആ ഒരു ഹോൾ അല്ലെങ്കിൽ വിൻഡോയിലൂടെ എങ്ങനെ ത്രൂ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് വിൽ ഹാവ് എ വിൻഡോ ഓർ ഹോൾ ദാറ്റ് ക്യാൻ ഹാവ് എ സ്പ്ലിറ്റ് കോർ അറേഞ്ച്മെൻറ്റ്. അത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ് വിത്തൗട്ട് ഡിസ്കണക്ടിങ് ദ സർക്യൂട്ട് ടു വിച്ച് ദേ ആർ അറ്റാച്ച്ഡ്. ഇനി അടുത്തത് ബാർ ടൈപ്പ് കറണ്ട് ട്രാൻസ്ഫോമർ. And this type of current transformer uses the actual cable or bus bar of the main circuit as the primary winding, which is equivalent to a single turn. So bar type-ലും ഈ പറഞ്ഞ പോലെ സിംഗിൾ ടേൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇത് തന്നെ പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യും. സോ ദേ ആർ ഫുള്ളി ഇൻസുലേറ്റഡ് ഫ്രം ദ ഹൈ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഓഫ് ദ സിസ്റ്റം ആൻഡ് ആർ യൂഷ്വലി ബോൾട്ടഡ് ടു ദ കറണ്ട് ക്യാരിങ് ഡിവൈസസ്. സോ ഇത് എങ്ങോട്ടാണ് കറണ്ട് ക്യാരിങ് ഡിവൈസ് എവിടെയാണോ സപ്ലൈ വരുന്നത് അതിലേക്ക് ബോൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ബാർ ടൈപ്പ് കറണ്ട് ട്രാൻസ്ഫോമർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൈമറി ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുകയായിരിക്കും, സെക്കൻഡറി വിൽ ബി കണക്റ്റഡ് ടു ദ അമ്മീറ്റർ. ഇനി ഒരു കറണ്ട് ട്രാൻസ്ഫോമർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇതിൻ്റെ പേര് ശരിക്കും ക്ലാമ്പ് മീറ്റർ എന്നാണ് പറയാറ് അല്ലേ, ക്ലാമ്പ് മീറ്റർ. സോ ഇതിന് ഹാൻഡ് ഹെൽഡ് കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറയാം, ഹാൻഡ് ഹെൽഡ് കറണ്ട് ട്രാൻസ്ഫോമർ. This type of current transformer, there are many specialized types of current transformer, a popular and portable type, and that can be used to measure the circuit loading or circuit loading current are called clamp meter. അപ്പോൾ ഈ ഒരു പോർഷനിൽ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ നടുക്കൂടെ അല്ലേ, ആദ്യം കാണിച്ച പോലെ നമ്മൾ ലൈൻ
നമുക്കറിയാം കണ്ടക്ടർ അതിൻ്റെ ആ ഹോളിലൂടെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അത് ഹോൾഡ് ചെയ്യും, ടച്ച് ചെയ്യാതെ തന്നെ ഹോൾഡ് ചെയ്യും. അങ്ങനെയാണ് അതിൽ റീഡിങ് വരുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മെഷർമെൻറ്റ് ഓഫ് പവർ ആൻഡ് വാട്ട് മീറ്റേഴ്സ് പഠിക്കാം. അപ്പോൾ അങ്ങനെ